നമസ്കാരം, ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ഞാൻ ഫെബി. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. കേരളത്തിൽ കാലവർഷം ശക്തം, 3 ജില്ലയിൽ റെഡ് അലർട്ട്. തീരപ്രദേശങ്ങളിൽ കടുത്ത ജാഗ്രതാ നിർദ്ദേശം. ഉജ്ജൽ യോജന പാചകവാത സബ്സിഡിയിൽ വൻ വെട്ടിക്കുറയ്ക്കൽ. സിലിണ്ടറുടെ എണ്ണം വർഷത്തിൽ 4 ആക്കി ചുരുക്കി കേന്ദ്ര സർക്കാർ. മധ്യപൂർവേഷ്യയിൽ വീണ്ടും യുദ്ധഭീതി. ഇസ്രായേലിന് നേരെ ഇറാന് വൻ മിസൈൽ ആക്രമണം. അഫ്ഗാനിസ്ഥാനെതിരെ ഇന്ത്യക്ക് ചരിത്ര വിജയം. മാനവ് സുദാൻ മാൻ ഓഫ് ദ മാച്ച്. വാർത്തകൾ വിശദമായി. കാലവർഷം കനത്തതോടെ സംസ്ഥാനത്ത് മഴക്കെടുതി രൂക്ഷം. റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. കേരളത്തിൽ മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട്. സബ്സിഡി നിരക്കിൽ നൽകുന്ന പാചകവാത സിലിണ്ടറുകളുടെ എണ്ണം വെട്ടിക്കുറച്ച് കേന്ദ്ര സർക്കാർ. പ്രധാനമന്ത്രിയുടെ ഉജ്ജൽ യോജന പ്രകാരം നൽകിയ പാചകവാത സിലിണ്ടറുകളുടെ എണ്ണമാണ് വെട്ടിക്കുറച്ചത്. പ്രതിവർഷം നൽകിയിരിക്കുന്ന സിലിണ്ടറുടെ എണ്ണമാണ് വെട്ടിക്കുറച്ചത്. ഇസ്രായേലിനെ ലക്ഷ്യമാക്കി ഇറാൻ വീണ്ടും മിസൈൽ ആക്രമണം നടത്തിയതോടെ മധ്യപൂർവേഷ്യയിൽ സംഘർഷം രൂക്ഷമായി. ഇറാനിൽ നിന്ന് നിരവധി മിസൈലുകൾ വിക്ഷേപിക്കപ്പെട്ടതായി, ഭൂരിഭാഗം പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തതായി റിപ്പോർട്ടുകൾ. മഹാത്മാഗാന്ധി സർവകലാശാലയിൽ ഈ വർഷത്തെ PG സെൻട്രലൈസ്ഡ് അലോട്ട്മെന്റ് പ്രോസസ് വഴിയുള്ള പ്രവേശന നടപടികൾ ആരംഭിച്ചു. സർവകലാശാലയുടെ കീഴിൽ കോട്ടയം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസത്തിൽ MA ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ കോഴ്സുകളിൽ വിദ്യാർത്ഥികൾ ഇപ്പോൾ ഓൺലൈനായി അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി കോളേജുമായി ബന്ധപ്പെടേണ്ടതാണ്. കായിക വാർത്തകൾ. അഫ്ഗാനിസ്ഥാനെതിരെ ടെസ്റ്റ് ഇന്ത്യൻ റെക്കോർഡ് ജയം. അഫ്ഗാനിസ്ഥാനെതിരെ ഏക ടെസ്റ്റിൽ ഇന്ത്യക്ക് ഒരു ഇന്നിംഗ്സിൽ 300 റൺസുമായി റെക്കോർഡ് വിജയം. ഇന്ത്യ ഒന്നാം ഇന്നിംഗ്സിൽ 564 റൺസ് എടുത്തപ്പോൾ അഫ്ഗാനിന് 2 ഇന്നിംഗ്സുകളുമായി 182 112 റൺസും പുറത്തായി. 7 വിക്കറ്റ് വീഴ്ത്തി അരങ്ങേറ്റ താരം മാനവ് സുദാർ അഫ്ഗാനിസ്ഥാന് നിരയെ തകർത്തത്. മാനവ് സുദാർ മാൻ ഓഫ് ദ മാച്ചായി തെരഞ്ഞെടുക്കപ്പെട്ടു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളത്തിൽ കാലവർഷം ശക്തം, 3 ജില്ലയിൽ റെഡ് അലർട്ട്. തീരപ്രദേശങ്ങളിൽ കടുത്ത ജാഗ്രതാ നിർദ്ദേശം. ഉജ്ജൽ യോജന പാചകവാത സബ്സിഡിയിൽ വൻ വെട്ടിക്കുറയ്ക്കൽ. സിലിണ്ടറുടെ എണ്ണം വർഷത്തിൽ 4 ആക്കി ചുരുക്കി കേന്ദ്ര സർക്കാർ. മധ്യപൂർവേഷ്യയിൽ വീണ്ടും യുദ്ധഭീതി. ഇസ്രായേലിന് നേരെ ഇറാന് വൻ മിസൈൽ ആക്രമണം. അഫ്ഗാനിസ്ഥാനെതിരെ ഇന്ത്യക്ക് ചരിത്ര വിജയം. മാനവ് സുദാൻ മാൻ ഓഫ് ദ മാച്ച്. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.